യൂട്യൂബ് ചാനൽ ഉടമ ഷാജൻ സ്കറിയെ ആക്രമിച്ച കേസിൽ 4 പേർ പിടിയിലായി. ബാംഗ്ലൂരിൽ ഒളിവിൽ കഴിയുന്നതിനിടെ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇവരെ പിടികൂടിയത്. ആക്രമണം നടത്തിയ അന്ന് തന്നെ ഇവർ ബാംഗ്ലൂരിലേക്ക് കടന്നു കളഞ്ഞിരുന്നതായി പോലീസ് വ്യക്തമാക്കി. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ തൊടുപുഴയിൽ വെച്ച് ഷാജൻ സ്കറിയയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. 5 അംഗ സംഘമായിരുന്നു ഷാജൻ സ്കറിയെ ആക്രമിച്ചത്. ഇതിൽ 4 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷാജൻ സഞ്ചരിച്ച വാഹനത്തിൽ ധാറടിച്ച് വാഹനം നിർത്തിച്ച ശേഷമാണ് ആക്രമണം നടത്തിയത്. അക്രമികളെ കണ്ടാൽ അറിയാമെന്നും ഇവർ CPIM പ്രവർത്തകരാണെന്നുമായിരുന്നു ഷാജൻ സ്കറിയുടെ മൊഴി. സംഭവത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വന്ന പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. ഷാജൻ സ്കറിയെ സംഘം ചേർന്ന് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അതേസമയം തന്നെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം നടത്തിയ ആക്രമണമാണെന്നാണ് ഷാജൻ സ്കറിയ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന CPIM പ്രവർത്തകനാണെന്നും 5 പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഷാജൻ സ്കറിയ കൂട്ടിച്ചേർത്തു.